വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാന മാവോയിസ്റ്റ് നേതാവായ വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു. ഹെബ്രി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് വിക്രം ഗൌഡയെ വധിച്ചത്. കർണാടക കബിനാലെ സ്വദേശിയായ വിക്രം ഗൌഡ അട്ടപ്പാടി, നിലമ്പൂർ, വയനാട് വനമേഖലയിൽ സജീവമായിരുന്നു. വിനീത വേണു ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, വെരി ഗുഡ് മോർണിംഗ്. ഈ വിക്രം ഗൌഡയുടെ മരണം വലിയ പ്രാധാന്യമുള്ളൊരു വാർത്തയാണ്. കാരണം ഈ നിലമ്പൂരിൽ, കരുളായിയിൽ, അട്ടപ്പാടിയിലൊക്കെ വിക്രം ഗൌഡയുടെ നേതൃത്വത്തിലാണ് ദളങ്ങൾ പ്രവർത്തിച്ചിരുന്നത്, പ്രത്യേകിച്ച് കബനി ദളം അടക്കം പ്രവർത്തിച്ചിരുന്നത് എന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. എങ്ങനെയായിരുന്നു ഏറ്റുമുട്ടൽ? എപ്പോഴായിരുന്നു സംഭവം? അരുൺ, ഉടുപ്പി വനമേഖലയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. കർണാടക ആന്റി നക്സൽ സ്ക്വാഡുമായുള്ള ഏറ്റുമുട്ടലിലാണ് വിക്രം ഗൌഡ എന്ന ദക്ഷിണേന്ത്യയിലെ മാവോയിസ്റ്റുകളുടെ പ്രധാന ഒരു കമാൻഡർ കൊല്ലപ്പെട്ടതായുള്ള വിവരം നമുക്ക് കർണാടക പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഹെബ്രി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ചായിരുന്നു ഏറ്റുമുട്ടൽ. അതായത് 5 അംഗ മാവോയിസ്റ്റ് സംഘം പലചരക്ക് സാധനങ്ങൾ, അരി ഉൾപ്പെടെ വാങ്ങാനായി എത്തിയതായിരുന്നു. ആന്റി നക്സൽ സ്ക്വാഡ് ഈ മേഖലയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഈ തെരച്ചിലിനിടയിലാണ് മാവോയിസ്റ്റുകളെന്ന് സംശയിക്കുന്നവരെ കാണുന്നത്. ആദ്യം ഇവർ ആന്റി നക്സൽ സ്ക്വാഡിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. തുടർന്ന് രൂക്ഷമായ ഏറ്റുമുട്ടലുണ്ടായി. ഇതിലാണ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടതെന്ന വിവരമാണ് ലഭിക്കുന്നത്. 4 പേർ ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് കാട്ടിലേക്ക്. ഇതോടുകൂടി ഉടുപ്പി, ചിക്കമംഗളൂരു വനമേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. നമുക്കറിയാം, കർണാടക കബിനാലെ സ്വദേശിയാണ് വിക്രം ഗൌഡ. ഏറ്റവും പ്രധാനം മലയാളികളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അട്ടപ്പാടി, നിലമ്പൂർ, വയനാട് മാവോയിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം തന്നെ വിക്രം ഗൌഡ ഉണ്ടായിരുന്നു എന്നതാണ്. ഇതിൽ മാവോയിസ്റ്റ് കമാൻഡറാണ് വിക്രം ഗൌഡ. അതായത് ഓപ്പറേഷൻസ് വിങ്ങിന്റെ തലവനാണ് വിക്രം ഗൌഡ. അങ്ങനെയെങ്കിൽ വിക്രം ഗൌഡയെ വധിച്ചിട്ടുണ്ടെങ്കിൽ കേരള കർണാടക മേഖലയിലെ മാവോയിസ്റ്റ് വേട്ടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കബനി ദളത്തിലെ അംഗമാണ് ഈ വിക്രം ഗൌഡ. അതിൽ ഓപ്പറേഷൻസ് വിങ്ങിന്റെ തലവനാണ്. വിക്രം ഗൌഡയും സുന്ദരിയും ഉൾപ്പെടെയുള്ളവർ കർണാടക ഉടുപ്പി വനമേഖലയിലേക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ പോയിട്ടുണ്ട് എന്ന വിവരം ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെ കർണാടക പോലീസ് ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള തെരച്ചിലും നടത്തുന്നുണ്ട്. വയനാട് തലപ്പുഴ സ്വദേശിയായ ജിഷയും ഈ സംഘത്തിലുണ്ട്. അതായത് ഈ ഓടി രക്ഷപ്പെട്ട സംഘത്തിലുണ്ട് എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും ഇത് തന്നെയാണ്. ഈ മേഖലയിൽ നടത്തിയ തെരച്ചിലിൽ അല്ലെങ്കിൽ ഏറ്റുമുട്ടലിൽ വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു എന്നതാണ്. ഈ സുന്ദരി എന്ന മാവോയിസ്റ്റും കൊല്ലപ്പെട്ടതായി സൂചനകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നില്ല. നിരവധി ബിജി കൃഷ്ണമൂർത്തി എന്ന പ്രധാനപ്പെട്ട മാവോയിസ്റ്റ് നേതാവ് അസുഖങ്ങളെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞതിന് പിന്നാലെയാണ് മാവോയിസ്റ്റ് ഓപ്പറേഷൻസ് വിങ്ങിന്റെ തലപ്പത്തേക്ക് വിക്രം ഗൌഡ എത്തുന്നത്. ഏതാണ്ട് 20 വർഷമായി മാവോയിസ്റ്റുകളുമായി അടുത്ത ബന്ധം പുലർത്തിക്കൊണ്ട് അതിനെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് വിക്രം ഗൌഡ. നിരവധി കേസുകളിൽ, കേരളത്തിൽ ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഏറ്റവും പ്രധാനം 2014, അതായത് നമുക്കറിയാം അജിതയും കുപ്പുസ്വാമിയും ഉൾപ്പെടെ മാവോയിസ്റ്റ് നേതാക്കൾ കൊല്ലപ്പെട്ട ഏറ്റുമുട്ടലിൽ പോലീസിന് നേരെ വെടിയുതിർത്ത് രക്ഷപ്പെട്ട സംഘത്തിലെ പ്രധാനിയായിരുന്നു വിക്രം ഗൌഡ. കബനി ദളം എന്ന മാവോയിസ്റ്റ് ഗ്രൂപ്പിനെ തന്നെ നയിക്കുന്നത് വിക്രം ഗൌഡയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി ശൃംഗേരി, നരസിംഹരാജപുര, ഉടുപ്പി മേഖലയിലൊക്കെ തന്നെ മാവോയിസ്റ്റ് സാന്നിധ്യമുള്ളതായി, അതായത് വിക്രം ഗൌഡയുടെയും സംഘത്തിന്റെയും സാന്നിധ്യമുള്ളതായി കർണാടക പോലീസിന് ആന്റി നക്സൽ സ്ക്വാഡിന് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് വ്യാപകമായി തെരച്ചിൽ നടത്തിയിരുന്നത്. ഇവർ വയനാട് മേഖലയിലേക്ക് കടക്കാനുള്ള ഒരു സാധ്യത വീണ്ടും കണ്ടുകൊണ്ട് തന്നെ തണ്ടർബോൾട്ടിന്റെ ഉൾപ്പെടെ തെരച്ചിലുകൾ ഈ മേഖലയിലും സജീവമായിരുന്നു. ഈ മാധ്യമപ്രവർത്തക ഗൗരി ലങ്കേഷിനെ വധിച്ച സമയത്ത് വിക്രം ഗൌഡയുള്ള നക്സലുകളാണ് ആദ്യം ഈ ഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന ഉൾപ്പെടെയുള്ള വിവരങ്ങളുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അവർ തന്നെ അത് നിഷേധിക്കുകയും ചെയ്തു. നക്സലുകൾക്ക് ബന്ധമില്ലെന്ന് തെളിയുകയും ചെയ്തു. ഏതായാലും കുപ്രസിദ്ധനായ ഒരു മാവോയിസ്റ്റ് നേതാവിനെ തന്നെയാണ് ഇപ്പോൾ കർണാടക ആന്റി നക്സൽ സ്ക്വാഡ് വധിച്ചിരിക്കുന്നത്. മേഖലയിൽ, ഉടുപ്പി വനമേഖലയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. സുന്ദരി ഉൾപ്പെടെയുള്ള മാവോയിസ്റ്റുകൾ വിക്രം ഗൌഡയ്ക്ക് ഒപ്പം ഉണ്ടായിരുന്നു. ഇവർ ഓടി രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് വിവരം. അങ്ങനെയെങ്കിൽ സുന്ദരി, ജിഷ തുടങ്ങിയ മാവോയിസ്റ്റുകൾക്കായി ഇപ്പോഴും തെരച്ചിൽ ഉടുപ്പി വനമേഖലയിൽ ഊർജിതമായി തന്നെ തുടരുന്നു. അരുൺ, ഓക്കെ, ടോപ്പ് നക്സൽ കമാൻഡർ വിക്രം ഗൌഡയെ ഇപ്പോൾ കർണാടകയിലെ ആന്റി നക്സൽ സംഘം വധിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരം. ഉടുപ്പി വനമേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. സുന്ദരിക്കും കൂടെയുള്ള മറ്റ് നക്സലൈറ്റ് പ്രവർത്തകർക്കുമായി. വിക്രം ഗൌഡ കേരളത്തിലെ അട്ടപ്പാടിയിലും വയനാടിലും പ്രേക്ഷകർക്കറിയാവുന്നതുപോലെ കരുളായിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ ഈ കബനി ദളം ആക്റ്റീവ് ആവുന്നതിന് പിന്നിൽ ഓപ്പറേഷൻസിന്റെ ചുമതല വഹിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട നക്സലൈറ്റ് നേതാവാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഉടുപ്പി മേഖലയിലെ കർക്കാല താലൂക്കൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ വനമേഖലയിൽ നക്സലൈറ്റ് പ്രവർത്തനം ഊർജിതമായിരുന്നു. ഇത് നേരിടാൻ വേണ്ടി ഒരു ആന്റി നക്സലൈറ്റ് വിഭാഗം കേരളത്തിലുള്ള തണ്ടർബോൾട്ട് പോലെ കർണാടകയിലുമുണ്ട്. കൂടുതൽ അംഗങ്ങളെ ആ സ്ഥലത്തേക്ക് അയച്ചിരുന്നു. അവിടെ ഇപ്പോഴും കോമ്പിംഗ് ഓപ്പറേഷൻ തുടരുകയാണ്. ഉടുപ്പിയിൽ നിന്ന് ലഭിക്കുന്ന വിവരമാണ് വിക്രം ഗൌഡ നക്സലൈറ്റ് നേതാവിനെ വധിച്ചു എന്ന വാർത്ത.